രുചിക്കൂട്ട്. ദോശമാവിനെ പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞു. ദോശമാവ് സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ചെറുധാന്യങ്ങൾ കൂടി ചേർക്കുകയാണെങ്കിൽ അത് കൂടുതൽ രുചികരവും അതുപോലെ തന്നെ ഗുണകരമാവും എന്നും പറഞ്ഞു. ഇന്ന് ആ മാവ് കൊണ്ട് തന്നെ നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കാം. അതിനൊരു മസാല തയ്യാറാക്കാം. വളരെ സിമ്പിളാണ്. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളയുക, എന്നിട്ട് ഉടച്ചെടുക്കുക. അതങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഒരു പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് കടുക്, ഉഴുന്ന് ഇവ ഇടുക. അത് ബ്രൗൺ ആകുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, കനം കുറച്ചരിഞ്ഞ കുറച്ച് സവാള അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വല്ലാതെ ബ്രൗണൊന്നും ആകണ്ട, ഒരു ചെറിയ പിങ്ക് കളറാകുന്ന ആ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് നിറം കിട്ടാൻ വേണ്ടി ഒരു 1/2 കഷ്ണം ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്കിടാം. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ഇടാം. അതുപോലെ തന്നെ രുചിക്കും മണത്തിനുമൊക്കെ വേണ്ടിയിട്ട് കറിവേപ്പിലയും. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഉപ്പുമിട്ട് വെള്ളം ഒഴിച്ച്, തിളച്ച വെള്ളമാണ് ഒഴിക്കാൻ നല്ലത്, ഒഴിച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതും കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് തന്നെ നല്ല 100 ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നതാണ് രുചിയുള്ളത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ നമ്മൾക്ക് തൊലിയോടെ തന്നെ പുഴുങ്ങുന്നതാണ് നല്ലത്. അതിൻ്റെ തൊലിക്കും വളരെയധികം പോഷക ഗുണമുണ്ട്. തൊലി കളയാതെ പുഴുങ്ങുകയാണെങ്കിൽ വെള്ളം അധികം അതിൽ കടക്കില്ല. അതുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ രുചി വെള്ളച്ചുവയില്ലാതെ തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കാം. നമ്മളുടെ മസാല ദോശയുടെ മിക്സ് റെഡിയായി. മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം, പുതിനയില വേണമെങ്കിൽ അതും ചേർക്കാം. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെ ഒരു പ്ലെയിൻ ടേസ്റ്റാണ്, പക്ഷേ നല്ല രുചിയാണ്. ഇനി തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ദോശമാവ് ഒഴിക്കുക. കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചെടുക്കാം. നന്നായി പരത്തിയെടുക്കണം. മൊരിഞ്ഞ് വരുമ്പോൾ നടുക്ക് ഈ മസാല വയ്ക്കുക. എന്നിട്ട് 3 വശത്ത് നിന്നും ഉള്ളിലോട്ട് മടക്കിയെടുക്കുക. രുചികരമായ മസാല ദോശ റെഡിയായിട്ടുണ്ട്. ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാം. നമുക്ക് പെട്ടെന്നൊരു ചട്നിയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ തക്കാളി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, 1-2 വെളുത്തുള്ളി, ഉപ്പ്, ഇതെല്ലാം കൂടി ചുമ്മാ ഒന്ന് കറക്കിയെടുക്കുക മിക്സിയിലിട്ടിട്ട്. അപ്പോൾ അധികം അരഞ്ഞു പോവണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കറക്കിയെടുക്കുക. അത് നല്ലൊരു രുചിയുള്ള ചട്നിയാണ്. ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേരും. പിന്നെ ചമ്മന്തി അരയ്ക്കുമ്പോൾ കുറച്ച് പൊട്ടുകടല, തൈര്, കടല, ഉള്ളി, വറുത്ത മുളക് ഇവ ചേർത്ത് ഉപ്പും ചേർത്തരച്ചാൽ നന്നായി. അതുപോലെ തന്നെയാണ് പുതിന ചട്നി. പുതിന, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില ഇത്രയും മതി പുതിന ചട്നിക്ക്. അപ്പോൾ കുറേയധികം ചട്നികളും രുചികരമായ ഒരു മസാല ദോശയുമായിട്ട് കഴിക്കാം. മറ്റൊരു വിഭവമായി അടുത്ത എപ്പിസോഡിൽ. രുചിക്കൂട്ട്. നിർവഹണം ലീന.